കോഴിക്കോട് വിലങ്ങാട്ടെ പുനരധിവാസത്തിനായി തുക അനുവദിച്ച സംസ്ഥാന സർക്കാർ. ഉരുൾപൊട്ടലിൽ അടിഞ്ഞുകൂടിയ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാൻ 2 കോടി രൂപയും അനുവദിച്ചു. പുനരധിവാസ പ്രവർത്തനം വേഗത്തിലാക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ അറിയിച്ചു. ആർ റോഷിപാൽ തിരുവനന്തപുരത്ത് നിന്ന് നമുക്കൊപ്പം ചേരുന്നു. റോഷിപാൽ, വിലങ്ങാടിനെ മറന്നോ എന്ന ചോദ്യം അവിടുത്തുകാർ നേരത്തെ ഉയർത്തിയിരുന്നു. ഇപ്പോൾ വിലങ്ങാടിനുള്ള സഹായം എങ്ങനെയാണ് അനുവദിച്ചിരിക്കുന്നത്? സുജയ, വയനാടിനുള്ളതുപോലെ തന്നെ സമാന പരിഗണന വിലങ്ങാടിനും നൽകുമെന്നാണ് മന്ത്രി കെ രാജൻ വ്യക്തമാക്കിയത്. ഏതായാലും ഇന്ന് ചേർന്ന മന്ത്രിതല ഉന്നതതല യോഗത്തിലാണ് വിലങ്ങാടിന് 2 കോടി രൂപ അവിടെ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ, ഉരുൾപൊട്ടലിന്റെ ഭാഗമായി അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ നീക്കം ചെയ്യാനും മറ്റു പ്രവൃത്തികൾക്കായി ആദ്യഘട്ടത്തിൽ 49 ലക്ഷം രൂപയുമാണ് അനുവദിച്ചത്. അതേപോലെ തന്നെ ഈ നദിയുടെ തീരം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പാർശ്വഭിത്തി നിർമ്മിക്കാനുള്ള തുകയും അനുവദിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. മന്ത്രി മുഹമ്മദ് റിയാസ്, എ കെ ശശീന്ദ്രൻ, ഒപ്പം നാദാപുരം എം.എൽ.എ ഇ.കെ. വിജയൻ, ചീഫ് സെക്രട്ടറി അടക്കം പങ്കെടുത്ത യോഗത്തിലാണ് ഈ തീരുമാനമുണ്ടായത്. വളരെ വിശദമായി കാര്യങ്ങൾ ചർച്ച ചെയ്തു. 92 കുടുംബങ്ങളാണ് അവിടെ നിന്നും ഒഴിപ്പിച്ചത്. അവർ ഇപ്പോഴും താമസിക്കുന്നത് പുറത്താണ്. അവർക്ക് ഇപ്പോഴും പ്രതിമാസം 6000 രൂപ ലഭിക്കുന്നുണ്ടെന്ന് കൃത്യമായി ഉറപ്പുവരുത്താൻ ഉദ്യോഗസ്ഥന്മാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതിനൊപ്പം പ്രതിദിനം തൊഴിൽ നഷ്ടപ്പെട്ടവർക്ക് 300 രൂപ വീതം ലഭ്യമാക്കാനുള്ള തീരുമാനവുമുണ്ട്. അതൊക്കെ കൃത്യമായി നടപ്പിലാക്കുന്നുണ്ടോ എന്നത് പരിശോധിക്കാനാണ് നിർദ്ദേശം. വളരെ വിശദമായി മൈനർ ഇറിഗേഷൻ വിഭാഗവും പൊതുമരാമത്ത് വിഭാഗവും അവിടെ പരിശോധന നടത്തി കൂടുതൽ എസ്റ്റിമേറ്റ് സമർപ്പിച്ച് കൂടുതൽ പദ്ധതികൾ തയ്യാറാക്കാനുള്ള നിർദ്ദേശവും ഇന്നത്തെ യോഗത്തിൽ നൽകിയിട്ടുണ്ട്. ശരി, ആർ റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്.